ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 വെള്ളിയാഴ്ച തിരളതി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ചിത്രം ആദ്യ ഞായറാഴ്ച കൂടിയായ 3-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തേക്കുള്ള ഈ സിനിമയ്ക്ക് മിഷയിൽ ബുക്കിംഗ് കൂടിയിട്ടുമുണ്ട്. ചിത്രത്തിൽ മാത്യു വർഗീസ്, അഭിരാൻ രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ, പ്രശാന്ത് മുരളി, സാനിയ ഫാത്തിമ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 72 ലക്ഷം രൂപയും 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 77 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1,49 ലക്ഷം രൂപയാണ് ദൃഢം എന്ന സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും 2 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ഇന്ദ്രൻസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 2ാമത്തെ ഞായറാഴ്ച കൂടിയായ 10-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 9-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 95 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 26,15 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 73 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ഈ സിനിമ 37-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 2,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 37 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 129,50 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 16 ദിവസത്തെ തെലുങ്ക് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. തെലുങ്ക് പതിപ്പിൽ നിന്ന് 6,03 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഷെയറായി 2,91 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതേസമയം തെലുങ്ക് പതിപ്പിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 3,50 ലക്ഷം രൂപയുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 234 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത് മെയ് 21-നാണ്. ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. കേരളത്തിൽ ലിമിറ്റഡ് അഡ്വാൻസ് ബുക്കിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. ബുക്കിംഗ് ആരംഭിച്ച് ഏകദേശം 4 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് പ്രീസെയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 4 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ സിനിമയാണ് തുടക്കം. ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ സിനിമ ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ അരവിന്ദ് സദാശിവൻ, സായി കുമാർ, ജാഫർ ഇടുക്കി, ഗണേഷ് കുമാർ എന്നിവരോടൊപ്പം മോഹൻലാൽ ഗസ്റ്റ് റോളിലും എത്തിച്ചേരുന്നുണ്ട്. ഓണർ റിലീസായി ഓഗസ്റ്റ് 7-നാണ് ഈ സിനിമയുടെ റിലീസിംഗ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ അനിരുദ്ധൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 14-ന് റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് അതിരടി. നിലവിൽ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ദർശന രാജേന്ദ്രൻ, റിയ ഷിബു, ഷാൻ റഹ്മാൻ, സെറിൻ ഷഹാബ്, വിഷ്ണു അഗസ്ത്യ, വിനീത് തട്ടിൽ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സാമുവൽ ഹെൻറി സിനിമാറ്റോഗ്രാഫിയും ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ഷോ മെയ് 13 വൈകിട്ട് 6:30-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 100-ലധികം സ്ക്രീനുകളിൽ പ്രീമിയർ ഷോ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.